സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കുംബർ കൃഷിയെക്കുറിച്ചാണ്. പന്തലിടാൻ സ്ഥലമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് വേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പഴയ ബക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിലോട്ട് ഉണങ്ങിയ കരിയിലകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണങ്ങിയ കരിയിലകൾ ഇല്ലെങ്കിൽ ഉണങ്ങിയ വാഴ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു അര ഭാഗത്തോളം ബക്കറ്റിലോട്ട് ഉണങ്ങിയ കരിയിലകൾ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് വേണം പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട്. പോട്ടി മിക്സ് ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് വളമായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് എല്ലുപൊടി, അതുപോലെ ചകിരിച്ചോറും ചേർത്ത് നല്ല പോലെ മിക്സാക്കി എടുത്ത് വെച്ചതാണിത്. അപ്പോൾ ഇതിൽ കല്ലുകളും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ബക്കറ്റിലോട്ട് അത് ഇട്ട് കൊടുക്കാം. ചകിരിച്ചോറിന് പകരമായിട്ട് മണലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണങ്ങിയ കരിയിലയാണല്ലോ നിറച്ച് കൊടുത്തത്. അപ്പോൾ കരിയില നല്ല പോലെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും. നമ്മൾ നടുന്ന ചെടികൾക്ക് അത് നല്ല വേരോട്ടം കിട്ടാനും അതുപോലെ തന്നെ വെള്ളം ഒട്ടും തങ്ങി നിൽക്കാതെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോവാനൊക്കെ ഈ കരിയില സഹായിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ റെഡിയാക്കി വെച്ച ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പോട്ടി മിക്സൊക്കെ റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ഭാഗത്തോളം പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലും കട്ടയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് വേണ്ടത് ഇനി ഒരു 3 കമ്പാണ്. ഇതുപോലുള്ള മരത്തിൻ്റെ 3 കമ്പോ അല്ലെങ്കിൽ ഇതുപോലുള്ള PVC പൈപ്പോ 3 എടുക്കാവുന്നതാണ്. PVC പൈപ്പ് ഇല്ലെങ്കിൽ മരത്തിൻ്റെ 3 കമ്പ് എടുത്താലും മതി. ഞാനിവിടെ ഒരു PVC പൈപ്പും ബാക്കി 2 മരത്തിൻ്റെ കമ്പുകളുമാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമ്മൾ ഈ മണ്ണിലോട്ട് ഇങ്ങനെ ഓരോന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. 3 ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിയിലിട്ട ഈ കരിയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ താഴേക്ക് പോകുന്തോറും മണ്ണ് താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് വീണ്ടും വളവും മണ്ണും വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കമ്പൊക്കെ നല്ല പോലെ അവിടെ ഉറച്ചു നിന്നോളും. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് നടാനുള്ള തൈകളാണ്. അപ്പോൾ അതാ ഞാൻ 3 കുക്കുംബറിൻ്റെ തൈകൾ ഇതുപോലെ ഗ്ലാസ്സിൽ നട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറിച്ച് മാറ്റി നടേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 3 ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ നമ്മൾ കമ്പുകളൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കമ്പുകൾ വേണം എടുക്കാനായിട്ട്. നമ്മുടെ ചെടികൾ വളരാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം വലിപ്പമുള്ള കമ്പുകൾ എടുക്കാൻ പറയുന്നത്. അപ്പോൾ അധികം വണ്ണമൊന്നും ഇല്ലാത്ത കമ്പുകൾ നോക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ഭാഗത്തായിട്ട് ഇതിങ്ങനെ ഓരോ തൈകളും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ 3 കമ്പുകൾ വെച്ച് കൊടുത്തു. അതിൻ്റെ ചുവട്ടിലായിട്ട് 3 തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് നനച്ച് കൊടുക്കാം. നമ്മൾ തൈകൾ നടുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ വേണം തൈകൾ നട്ട് കൊടുക്കാനായിട്ട്. ഇത് കണ്ട നമ്മൾ നട്ട കുക്കുംബറിൻ്റെ തൈകളൊക്കെ ഇപ്പോൾ അതാ വലുതായി തുടങ്ങി. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വളർന്ന് പോവാനുള്ള പന്തൽ ഒരുക്കി കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കയറില്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടിക്കയറോ വേറെ എന്ത് കയറും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ഓരോ കമ്പിൽ നിന്നും ഓരോ കമ്പിലോട്ടായിട്ട് ചുറ്റി ഇങ്ങനെ മുകൾ ഭാഗം വരെ കെട്ടിക്കൊടുക്കണം. എന്നാൽ നമ്മൾ ഈ ചെടി ഉണ്ടല്ലോ അതിലോട്ട് പിടിച്ചങ്ങനെ വളർന്ന് പോയിക്കോളും. അപ്പോൾ അതാ ഈ കമ്പിൽ നിന്ന് ഈ കമ്പിലോട്ടായിട്ട് അങ്ങനെ മുകൾ ഭാഗം വരെ ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അങ്ങനെ കെട്ടിക്കൊടുത്താൽ ഈ കമ്പുകൾ നല്ല ബലത്തിൽ അവിടെ നിൽക്കുകയും ചെയ്യും. കുക്കുംബർ കൃഷി ചെയ്യാൻ സ്ഥലമില്ല, അതുപോലെ പന്തലിടാൻ സ്ഥലമില്ല എന്നിവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിട്ടത്. അപ്പോൾ ഇതുപോലെ ഒരു പഴയ പെയിൻറ്റിൻ്റെ ബക്കറ്റും 3 കമ്പും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായി തന്നെ കുക്കുംബർ കൃഷി ചെയ്യാം. അത്യാവശ്യം വലിപ്പമുള്ള കമ്പുകൾ ഇതുപോലെ കുത്തിക്കൊടുത്താൽ ഇത് പടർന്ന് ഇതിൻ്റെ മുകൾ ഭാഗം വരെ പടർന്ന് പിടിച്ചോളും. അപ്പോൾ നമുക്ക് വലിയ പന്തലിൻ്റെ ഒന്നും ആവശ്യമില്ല.
നല്ല രീതിയിൽ തന്നെ ഇത് പടർന്ന് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ വിളവ് കിട്ടുന്നതാണ്. മുമ്പ് ഞാൻ ഗ്രോ ബാഗിൽ ഇതുപോലെ ചെയ്തിരുന്നു. അതിൽ നിന്ന് ഇഷ്ടം പോലെ വിളവും കിട്ടിയിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഈ ചെടിയൊക്കെ ഇതിലോട്ട് കയറി പിടിച്ച് തുടങ്ങിട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് ഓരോ 10 ദിവസം കൂടും എന്തെങ്കിലും വളങ്ങളും ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായി തന്നെ ഇതൊക്കെ വളർന്ന് വരുന്നതാണ്. അതുപോലെ നമ്മൾ നടുന്ന സമയത്ത് വെയിലില്ലെങ്കിൽ വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ടൊക്കെ ഇത് മാറ്റി വെക്കാം. ബക്കറ്റിലാണെങ്കിൽ എങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കാം. പന്തലിടാൻ സ്ഥലമില്ലാത്തവർ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായി തന്നെ നമുക്ക് കുക്കുംബർ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.